ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്രയും സ്നേഹമുള്ള വിശ്വാസികളെ, ഇന്ന് 50 നോമ്പിൻ്റെ രണ്ടാമത്തെ ബുധനാഴ്ച. ഇന്ന് നമുക്ക് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. നിങ്ങൾ ഉപവസിക്കുന്നത് മനുഷ്യർ കാണേണ്ടതിന് അവർ തങ്ങളുടെ മുഖം വിരൂപമാക്കും. അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. നീ ഉപവസിക്കുമ്പോൾ നിന്റെ തലയിൽ എണ്ണ തേക്കുകയും മുഖം കഴിയുകയും ചെയ്യുക. നിന്റെ ഉപവാസം മാനുഷ്യമല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവ് കാണേണ്ടതിന്, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകേണ്ടതിനാണ് ഉപവസിക്കേണ്ടത് എന്ന് കർത്താവ് പറയുകയാണ്. നമ്മുടെ ഉപവാസം തീർത്തും രഹസ്യമായിരിക്കണം. കർത്താവും നമ്മളും തമ്മിലുമുള്ള വ്യക്തിപരമായ ബന്ധമാണ് ഉപവാസത്തിലൂടെ സ്ഥാപിച്ചെടുക്കേണ്ടത്. ഇന്ന് പലപ്പോഴും ഉപവാസം നേരെ തിരിച്ചാണ്. ഉപവാസം പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് ഞാൻ ഉപവസിക്കുന്നു, ഞാൻ 3 ദിവസത്തേക്ക് ഉപവസിക്കുന്നു, ഞാൻ 40 ദിവസത്തേക്ക് ഉപവസിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് ഉപവാസം ഒരു പ്രഖ്യാപനമായി കൊണ്ടു നടക്കുന്ന യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ കർത്താവ് അപ്രകാരമുള്ള ഉപവാസത്തിലല്ല പ്രസാദിക്കുന്നത്, മറിച്ച് തീർത്തും രഹസ്യമായി നമ്മളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് ഏറ്റവും അടുത്ത് പറയുവാൻ സഹായിക്കുന്നത് രഹസ്യമായ ഉപവാസത്തിലൂടെയാണ്. യെശയ്യാ പ്രവചനം 58-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം മനുഷ്യർ ആത്മപതനം ചെയ്യുന്ന ദിവസം ഇങ്ങനെയുള്ളതോ? തല വേഴാമ്പലിനെ പോലെ കുനിക്കുക, പരുക്കൻ വസ്ത്രം ധരിച്ച് ചാരത്തിൽ കിടക്കുക, ഇതാകുന്നുവോ ഉപവാസം? ഇതിനെയാണോ നീ ഉപവാസം എന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസം എന്ന് പേര് പറയുന്നത്? അതുകൊണ്ട് അന്യായ ബന്ധങ്ങൾ അഴിക്കുക, മുഖത്തിന്റെ അമിക്കയറുകൾ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രമായി വിട്ടയക്കുക, എല്ലാ മുഖത്തെയും തകർത്ത് കളയുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം? വിശപ്പുള്ളവനുമായി നിന്റെ അപ്പം പങ്കുവെക്കുന്നതും, പാർപ്പിടമില്ലാത്ത ദരിദ്രനെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും, നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും, നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതും അല്ലയോ? കർത്താവ് പറയുന്നത് എന്താണ്? ഉപവാസം എന്നുള്ളത് മനുഷ്യ ബന്ധങ്ങളുടെ ശ്രേഷ്ഠതയെ വെളിവാക്കുന്നതായിരിക്കണം, കാരുണ്യമുള്ളതായിരിക്കണം, ദരിദ്രരോടും നിരാലംബരോടും ബന്ധിതരോടും പീഡിതരോടും സംവദിക്കുന്നതായിരിക്കണം, അവരുടെ ബന്ധനങ്ങളെ അഴിച്ചുവിടുന്നതായിരിക്കണം, അവർക്ക് അനുകൂലമായി നിലപാടുകൾ എടുക്കുന്നതായിരിക്കണം. കർത്താവ് പറയുന്നത്, എൻ്റെ ഈ ചെറിയ ഒരുവനിൽ ചെയ്തത് എനിക്കാണ് ചെയ്തതെന്നാണ്. ആരാണ് ചെറിയ ഒരുവൻ? കർത്താവ് പറയുന്നത് നഗ്നൻ, അല്ലെങ്കിൽ ദരിദ്രൻ, പീഡിതൻ, പീഡനത്തിലാക്കപ്പെട്ടവൻ, ഇവരെല്ലാമാണ് എൻ്റെ ഈ ദരിദ്രർ. കർത്താവ് പറയുന്നു, അവർക്ക് നീ ചെയ്തത് എനിക്കാണ് ചെയ്തത്. അതുകൊണ്ട് നീ ദൈവരാജ്യത്തിലേക്ക് പോകുക, ലോകാരംഭത്തിന് മുമ്പേ നിനക്കായി ഒരുക്കിയിരിക്കുന്ന ദൈവരാജ്യത്തിലേക്ക് പോകുക എന്ന് കർത്താവ് പറയുന്നു. അപ്പോൾ നമ്മുടെ ഉപവാസം എന്നുള്ളത് എപ്പോഴും മാനുഷിക ബന്ധങ്ങളെ ഊർജസ്വലമാക്കുന്നതായിരിക്കണം. അപ്രകാരം നോമ്പ് നോക്കുകയാണ്. എല്ലാ മനുഷ്യരോടുമുള്ള, പ്രത്യേകിച്ച് ദരിദ്രരോടും നിരാലംബരോടും പീഡിതരോടും പാർശ്വവൽക്കരിക്കപ്പെടുന്നവരോടുമുള്ള ഒരു അനുരഞ്ജനമായി തീരുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നിനക്ക് ഇഷ്ടമുള്ള ഉപവാസം എന്താണെന്ന് പഠിച്ചുകൊണ്ട് അതനുഷ്ഠിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ നിന്നിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ. ഞങ്ങൾ എന്നാളും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ.